ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് മടവൂർ ഗവൺമെന്റ് LPSലെ കുഞ്ഞു കൂട്ടുകാർക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരമൊരുക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും മടവൂർ ഗവൺമെന്റ് LPSന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കളിവണ്ടി എന്ന ബാനർ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ 2 നാടകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3, 4 ക്ലാസ്സിലെ കുഞ്ഞു കൂട്ടുകാർ ചേർന്ന് അവതരിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും സ്നേഹവും ഞങ്ങളുടെ കുഞ്ഞു മക്കളോടൊപ്പം ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എവരുടെയും ശ്രദ്ധ വേദിയിലേക്ക്. പ്രിയപ്പെട്ടവർ, മടവൂർ ഗവൺമെന്റ് LPS പഠനാനുബന്ധ പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമായ വിദ്യാലയം. 154 വർഷത്തെ അനുഭവക്കരുത്ത്, 29 LSS വിജയികളുമായി ഇക്കുറിയും തിരുവനന്തപുരം ജില്ലയിൽ 1ാം സ്ഥാനം. അതെ, അക്കാദമിക പെരുമ തന്നെയാണ് വിദ്യാലയ പെരുമ. പഠന പ്രക്രിയയിൽ വിവിധ സ്ട്രാറ്റജികൾ, പ്രാദേശിക വിഭവങ്ങളെ പഠനാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ, ദിനാചരണങ്ങളെ പഠന പ്രവർത്തനങ്ങളുമായി കണ്ണിച്ചേർക്കാൻ, ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ തുടർച്ചയായി ഓവറോളുകൾ, വിവിധ ക്വിസ് മത്സരങ്ങളിൽ തിളക്കമാർന്ന വിജയങ്ങൾ, യുറേക്ക വിജ്ഞാനോത്സവങ്ങളിൽ മികച്ച നേട്ടങ്ങൾ, അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിൽ സംസ്ഥാനതല വിജയികൾ, സ്കൂൾ കലോത്സവത്തിലും തുടർച്ചയായി ഓവറോൾ 1ാം സ്ഥാനം, കായികമേളയിൽ മികച്ച വിജയം. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള മാതൃഭൂമി സീഡ് പുരസ്കാരം, മനോരമ നല്ല പാട്ട് പുരസ്കാരം, സബ് ജില്ലയിലെ ഏറ്റവും മികച്ച PTA-ക്കുള്ള അവാർഡ്. അങ്ങനെ മികവുകളുടെ ജൈത്രയാത്ര തുടരുന്നു. അറിവ് നിർമ്മിക്കുന്ന കുട്ടി, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ഹരിത വിദ്യാലയം ഒരു സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ മിഷനുകളിലൂടെ കുരുന്നുകൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ വച്ചുനീട്ടുന്ന വിദ്യാലയം അറിവ് പകരുന്ന ഇടം മാത്രമല്ലെന്നും അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. വിദ്യാഭ്യാസത്തിലെ എല്ലാ സർഗസാധ്യതകളെയും മടവൂർ ഗവൺമെന്റ് LPS ചേർത്തു പിടിക്കുന്നു. കുട്ടികൾ നാളെയുടെ മാത്രം പൗരന്മാരല്ല, ഇന്നിന്റെ കൂടിയാണ്. അവർക്കും സമൂഹത്തോട് ചിലതെല്ലാം പറയാനുണ്ട്. പ്രകൃതിയുടെ നൂതനങ്ങളാണ്. വായന എന്ന സാംസ്കാരിക കർമ്മത്തെ പ്രഘോഷിച്ച് അവർ കുട്ടികൾ സമൂഹത്തോട് സംവദിക്കുന്നു. അറിവ് വിനിമയം ചെയ്യപ്പെടേണ്ടത് ക്ലാസ് റൂമുകളിൽ മാത്രമല്ല, സമൂഹത്തിന്റെ തുറന്നിടങ്ങളിൽ കൂടിയാണ്. അതെ, വിദ്യാലയ മതിൽക്കെട്ടുകളാൽ ഉയർത്തുമുട്ടുന്ന അറിവ് തുറന്നിടങ്ങളിലേക്ക്. മടവൂർ ഗവൺമെന്റ് LPSന്റെ കളിവണ്ടിയിലൂടെ വിദ്യാലയവും സമൂഹവും രണ്ടല്ല എന്ന ആശയത്തെ അന്വർത്ഥമാക്കി വിദ്യാലയ കർമ്മങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മടവൂർ ഗ്രാമത്തിന്റെ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കളിവണ്ടി. നാടകരചന, സംവിധാനം, ഗാനങ്ങൾ അബുമാഷ് കോഴിക്കോട്, സഹസംവിധാനം മനുപ്രീത് കോഴിക്കോട്, രംഗകല വക്കം മാഹി, സംഗീതം പ്രേംകുമാർ വടകര, മനോഹരൻ കോഴിക്കോട്, ആലാപനം സായൂജ് ദേവനന്ദ, സാങ്കേതിക സഹായം മനോജ് പുളിമാത്ത്, അവതരണം ടീം ഗവൺമെന്റ് LPS മടവൂർ. മടവൂർ ഗവൺമെന്റ് GLP സ്കൂളിലെ കൂട്ടുകാരുടെ കളിവണ്ടിയിലെ ആദ്യത്തെ കുഞ്ഞു നാടകം കളി വീടൊരു കഥ വീടൊരു പുസ്തക വീട്. Hello.
അങ്ങനെ കാട്ടിലെ വലിയ മരച്ചോട്ടിലിരുന്ന് ആ മനുഷ്യൻ കഥ എഴുതാൻ തുടങ്ങി. കൊണ്ടുവന്ന എഴുത്തോലയില് നാരായം എഴുത്താണിയെ കണ്ടോ കണ്ടോ
പണ്ടൊക്കെ കഥയും പദ്യമായിട്ട് എഴുതുക. അന്ന് നമ്മുടെ പേനയും പെൻസിലും ഒന്നും കണ്ടെത്തിയിട്ടില്ല. നോക്ക്, എഴുതി കഥകൾ അങ്ങനെ കൊന്നുപോടി. ഇതാരെങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിക്കണ്ടേ? എഴുതിത്തീർന്ന ഓലകളൊക്കെ കാട്ടുവള്ളികൾ കൊണ്ട് ചുറ്റിക്കെട്ടി എണീറ്റ് നടന്നു. എങ്ങോട്ടാ? ഇതുവരെ ഒറ്റ കഥയും ഞങ്ങളെ കേൾപ്പിച്ചില്ലല്ലോ. ഇരുന്നെഴുതാൻ സ്വസ്ഥത കിട്ടാൻ ഈ മരച്ചുവട് വേണമല്ലേ? കഥ ആദ്യം നാട് ഭരിക്കുന്ന രാജാവിനെ വായിച്ച് കേൾപ്പിക്കണം. രാജാവ് പട്ടും വളയും തരാതിരിക്കില്ല. പൊയ്ക്കോ, ഞങ്ങൾക്ക് കഥ കേൾക്കാനേ ഒരുപാട് ഇഷ്ടാട്ടോ. ആരായാളെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? കാവൽക്കാർ, ഉടയ തമ്പുരാനെ ഒന്നാം മുഖം കാണിക്കാൻ. ഓ, ആരെവിടെ? അടിയൻ ഇത് കണ്ടോ? ഒരുപാട് കഥകൾ ഞാൻ എഴുതിയതാ. ഒന്ന് വായിച്ചു നോക്കാൻ മനസ്സുണ്ടാണോ? എന്താണിത്? ഉത്തരവ്. ശത്രുരാജ്യം കീഴടക്കി വാർത്തയറിഞ്ഞ സന്തോഷിച്ച് ആനന്ദ കണ്ണീര് വരുന്ന സമയം. അടുത്ത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എവിടെ വരെയായി മന്ത്രി? പുറപ്പെട്ടു കഴിഞ്ഞു തിരുമേനി. അതിനു മുമ്പ് തമ്പുരാന്റെ അടുത്ത, അതായത് 12ാമത്തെ കല്യാണ മാമാങ്കം ഇന്നേക്ക് 3-ാം ദിവസം. ഓ, നാം മറന്നു. ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. വരാൻ പറയൂ. അങ്ങനെ കഥ ഞാൻ ഒരുപാട് കാലം കൊണ്ട് എഴുതിയതാ. വായിക്കാം, കേട്ടാലും. ആരെവിടെ? യുദ്ധം, കല്യാണം, കുമാരി, കൊട്ടാരം പണി, അതിനിടയിൽ ഒരു കവി. ഇയാളെ പിടിച്ച് പുറത്താക്കൂ. അങ്ങനെ ഞാൻ ജീവിതകാലം മുഴുവൻ മനസ്സുകൊണ്ട് എഴുതിയതാ, ഹൃദയം കൊണ്ട് എഴുതിയതാ. ഉപേക്ഷിക്കരുത്, എന്നെ തള്ളിക്കളയരുത്. ഇങ്ങോട്ട് വാടാ, അവന്റെ ഒരു കഥ. കഷ്ടായില്ലേ ടീച്ചറെ, കഥ കേൾക്കാൻ സമയമില്ലാത്ത രാജാവ്. രാജാവിനെ എതിർത്താലേ തല പോകുന്ന കാലം. അങ്ങനെ കഥാകാരൻ വീണ്ടും മരച്ചുവട്ടിലെത്തി. ആദ്യം ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി. ഓരോ കഥകളും വായിച്ച് അഗ്നിയിലേക്ക് എറിഞ്ഞു. കഥ കേട്ട് മുയലുകളും മാനുകളും ഒക്കെ ചുറ്റും വന്നിരുന്നു. സർപ്പങ്ങള് മാളങ്ങൾ വിട്ട് പത്തി വിടർത്തിയാടി, മയിലുകള് പീലി വിടർത്തിയാടി. മാനും വേടന്മാരും പുലിയും കടുവയും സിംഹവും വേട്ടക്കാരും ഒക്കെ എത്തി. കഥ കേട്ടിരുന്നവരാരും രാത്രിയും പകലും വന്നുപോയതറിഞ്ഞതേയില്ല. ഋതുഭേദങ്ങൾ കേട്ടിരുന്നു. ഒരു കഥ കേട്ടപ്പോ മഴ ഭൂമിയെ കുളിപ്പിച്ചു. മേഘങ്ങൾ ഇടിവെട്ടി പെയ്തു. മറ്റൊരു കഥയില് മരം കോച്ചും മഞ്ഞു പെയ്തു. അടുത്ത കഥ മനുഷ്യനെ ചുട്ടുപൊള്ളിച്ചു. ചെടികൾ കരിഞ്ഞു, കാടിന് തീപിടിച്ചു. സർവ്വ ജീവജാലങ്ങളും മനുഷ്യരും കഥ പറയുന്നവന് ചുറ്റും മാത്രമായി. നാട്ടിൽ ആരും ഇല്ലാതായി. കഥയ്ക്ക് ചുറ്റും കൂടിയിരുന്നു.
ഇവിടെ. രാജാവേ, എല്ലാരും പോയി, ഞാൻ നടന്നിട്ടെത്തുന്നില്ല. എന്നാലും കഥ കേൾക്കണം. നടക്കട്ടെ. എന്ത് കഥ? പോയി നോക്ക്. ഞാൻ കൂടെ വന്നാലോ? പോര്. കഥ കേൾക്കടാ. ഞാൻ രാജാവാലോ, മുന്നിലിരിക്കട്ടെ. ഇവിടെ കഥ പറയുന്നവരാ രാജാവ്. എനിക്ക് കഥ കേൾക്കണം. ഇയാളെ കൊണ്ട് ശല്യായല്ലോ. പ്രജകളെ, എനിക്ക് കഥ കേൾക്കണം. ഒരു അബദ്ധം പറ്റിയതാ. അങ്ങേ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചു. മാപ്പ്. ഈ കഥ എനിക്ക് തരൂ. കഥയായ കഥകളൊക്കെ അന്തിയിൽ എരിഞ്ഞു തീർന്നു. ഇതാ ബാക്കിയായ കഥകൾ. മതി, എനിക്കിത് മതി. ഞാൻ കഥ വായിക്കും, കഥകൾ കേൾക്കും, കഥകൾ പറയിക്കും. എന്റെ രാജ്യത്തെ കുഞ്ഞുങ്ങൾ കഥയുള്ളവരായി തീരും. കഥയുള്ള മനുഷ്യരെ, കേട്ട കഥകൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഓരോ തലമുറയ്ക്കും മാമൊഴിയായി കൈമാറും. എഴുതി വെച്ച കഥകൾ വരമൊഴിയായി തലമുറകളിലേക്ക്. കഥ കഥയുള്ളവരാകണം. കഥ ഇഷ്ടാണില്ലേ? ഇതാ നോക്ക്, അലമാര നിറയെ. രാജകുമാരന്മാർ അഞ്ചും അഞ്ചെങ്കിൽ അഞ്ചും കാക്കാം. പിന്നെ എങ്ങനെ? മക്കളെ നന്നാക്കാൻ കൊട്ടാരം പണ്ഡിതന്മാർ ഉപദേശിച്ചു. പല ഗുരുനാഥന്മാരും വന്ന് പഠിപ്പിച്ചു. പലരും ജീവനും കൊണ്ട് ഓടി. രാജാവ് രാജ്ഞി സങ്കടത്തിലായി. എന്താ
പോംവഴി? സർവവിദ്യകളും തത്വങ്ങളും അഭ്യാസങ്ങളും പഠിച്ച ഒരു ഗുരുനാഥനുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റിയേക്കും അങ്ങയുടെ മക്കളെ നേരെയാക്കാൻ. പേര് വിഷ്ണു ശർമ്മ. എവിടെയാ പണ്ഡിതൻ? ആരുടെ? എത്രയും വേഗം ആ വിഷ്ണു ശർമ്മനെ ഇവിടെ എത്തിക്കണം. അടിയൻ എന്തിനാണ് വിളിച്ചത്? മഹാപണ്ഡിത, ഞാനൊരു പ്രതിസന്ധിയിലാണ്. എന്റെ 5 മക്കൾ. അറിയാം, എല്ലാം അറിയാം. ശ്രമിച്ചു നോക്കാം. ഗുരു വിഷ്ണു ശർമ്മൻ രാജകുമാരന്മാർക്കും സ്വസ്ഥമായി പഠിക്കാനും താമസിക്കാനും ഒരു കൊട്ടാരം പോലുള്ള വീടും പുരയിടവും രാജാവ് നൽകി. പൂന്തോട്ടങ്ങളും